ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ സൺസൈഡിയിലേക്കാണ് പാവയ്ക്ക കൂടുതലും ഉണ്ടായേക്കണത്. പിന്നെ ഒരു കറിവേപ്പ് നിൽപ്പുണ്ടായിരുന്നു, അതിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മതിലിന് അപ്പുറത്തേക്ക് കിടക്കുമായിരുന്നു, ഞാനത് പിടിച്ച് ഇപ്പുറത്തേക്ക് ഇട്ടതാണ്. കണ്ടോ, ഭയങ്കര വലിപ്പമുണ്ട്, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക, വെളുത്ത പാവയ്ക്കനേക്കാളും നല്ലത് ഈ പച്ച പാവയ്ക്ക തന്നെയാണ്. നല്ല രുചിയുണ്ട്. അപ്പം ഇനി മേളിൽ കയറി പറിക്കണമെങ്കിൽ മോൻ സൺസൈഡിൽ കയറി പറിക്കണം. കണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ആദ്യം ഉണ്ടായതെല്ലാം പ്രാണി കുത്തിയൊക്കെ പോയി. അത് കഴിഞ്ഞാണ് ഇപ്പം ഇതെല്ലാം പിടിച്ച് കിട്ടിയേക്കണത്. അപ്പോൾ അതേ 3 പാവയ്ക്ക പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലുത് നോക്കിയാണ് എടുക്കണേ. ഈ ഒരെണ്ണം മതി നമുക്ക് 2 ദിവസം കറി വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നല്ലതുപോലെ പഴുത്തിട്ടുണ്ട്. ഇങ്ങനെ ശരിക്കും മൂത്ത് പഴുക്കാറാകുമ്പോൾ പറിച്ചാലാണ് നല്ലത്. നല്ലതെന്ന് വെച്ചാൽ കയ്പുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല കയ്പുമായിരിക്കും. ഇതിനിപ്പോൾ ഒരു നേരിയ കയ്പുണ്ടാവുള്ളൂ. ആ കയ്പിനുണ്ട് നല്ലൊരു രുചി. അപ്പോൾ ഇതിൻ്റെ കായൊക്കെ നമുക്കെടുത്ത് മാറ്റാം. ഈ കുരുവൊക്കെ ഇനി ഞാൻ വേസ്റ്റിലേക്ക് ഇടുവേ, വളത്തിലേക്ക്. അന്നേരം ഈ വളമിടാൻ നേരത്ത് ഇതെല്ലാം മുളച്ച് വരും. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സൈഡിലൊക്കെ പറിച്ച് നടും. വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്കും ഒക്കെ നടും. ഇനി ഞാനിത് തീരെ അങ്ങോട്ട് ചെറുതാക്കുന്നില്ല, 2 മുറിച്ചിട്ട് ഇടുന്നുള്ളൂ. ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കും. നീളത്തിൽ 2 മുറിച്ചിട്ട് ഇതുപോലെ. ഇപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങളൊക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇനി ഇത് വറുത്തരച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കണേ. തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരല്പം മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കുരുമുളകും ഒക്കെ ഇട്ട് അരച്ചാൽ നല്ല രുചിയാണ്. അപ്പോൾ ഇതേ പാവയ്ക്ക ഒരെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പം വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ നമുക്ക് ഇടിച്ച മുളകും ഒരല്പം മഞ്ഞൾപ്പൊടിയും മതിയേ. അപ്പം ഞാൻ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെയുള്ള നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നീളത്തിലിങ്ങനെ കനം കുറച്ച് അരിഞ്ഞതാണ്. അതേപോലെ തന്നെ ഒരു 7-8 ചുവന്നുള്ളി ഇത്തിരി വലിപ്പമുള്ളതായിരുന്നേ. അപ്പോൾ അതും ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളകും കൂടെ കണ്ടിച്ചിടാം. ഇനി ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് വേണമെങ്കിലും നമുക്കെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിനാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ശരിക്കും മൂത്ത് കിട്ടണം ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ. ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ മൂക്കണേ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നിറം മാറി വരുന്നുണ്ട്.
ഇനി നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ടേക്കണ കൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതിയേ. പച്ചമുളകൊക്കെ നല്ലതുപോലെ മൂത്തതായതുകൊണ്ട് നല്ല എരിവാണേ. മുളകൊക്കെ പഴുത്ത് പോകുക. അപ്പോൾ ഞാനതെല്ലാം പറിച്ചിപ്പോൾ വെയിലത്തേക്ക് ഇടുവാണ്. നമുക്ക് കടുക് താളിക്കുമ്പോഴൊക്കെ ഇടാമല്ലോ. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊന്ന് മാറി കിട്ടട്ടെ. ഇനി നമുക്കിതിലേക്ക് ഇടിച്ച മുളക് ഇടാം. 1 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. എന്നിട്ട് ആ മുളകൊന്ന് മൂത്ത് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. പാവയ്ക്കയും പച്ച ആണ്, അത് മുളകും കൂടെ കരിഞ്ഞു പോയാൽ നിറം അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അതേ നമുക്ക് പാവയ്ക്ക അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. കുറച്ചിട്ടാൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് പൊത്തി വെച്ച് മൂടി വെക്കാം. ഇതേപോലെ കൂട്ടി വെക്കണേ. എന്നിട്ടൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുമേ, നല്ല പഴുത്തതാലോ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പാവയ്ക്ക മേടിക്കുമ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുതേ. ഇന്നത്തെ ഞങ്ങളുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ ഉണ്ട്, ഒരു കയ്പുമില്ല. നമ്മുടെ വെള്ള പാവയ്ക്കേനേക്കാളും ടേസ്റ്റാണ് ഈ പച്ച പാവയ്ക്കയ്ക്ക്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിക്കിട്ടട്ടെ. നിരത്തിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇനി തീ ഓഫാക്കാം കേട്ടോ. ഇത് പാവയ്ക്കൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റുമേ. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.